എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോംസിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഹൂ ആൻഡ് ഹൂം. ഹൂവിൻ്റെയും ഹൂമിൻ്റെയും ഉപയോഗമാണ് നമ്മളിന്ന് ആദ്യം നോക്കാൻ പോകുന്നത്. സോ ദീസ് വേർഡ്സ് ആർ കോൾഡ് WH വേർഡ്സ് ഓർ ക്വസ്റ്റ്യൻ വേർഡ്സ്. ഓൾറൈറ്റ്. സോ നമ്മുടെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷനിൽ ക്വസ്റ്റ്യൻ ഫോംസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹൂ ആൻഡ് ഹൂം, ഇത് രണ്ടും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ഫോംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് കുറച്ച് എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഓൺലി ഇറ്റ് ഇസ് ബേസിക് ഇംഗ്ലീഷാണ്. നമ്മൾ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാനലിലൂടെ. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഒരുപാട് ആളുകൾ, നല്ല അറിവുള്ള ആളുകളുണ്ടാവും. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഒരുപാട് ഉപയോഗങ്ങൾ. ഇപ്പോൾ ഹൂ എന്ന് പറയുന്നത് സത്യത്തിൽ വെറും ഒരു ക്വസ്റ്റ്യൻ ഫോംസ് മാത്രമല്ല. ചില സമയത്ത് വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കൺജങ്ഷൻ. ഇതുപോലത്തെ ചെറിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ബേസിക് ലേണേഴ്സിനെ പറഞ്ഞ് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാതെ സിമ്പിളായിട്ട് തന്നെ അവതരിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ ആക്ച്വലി ആ രീതിയിലേക്കാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ടുഡേ ദ ഫസ്റ്റ് വേർഡ് ഈസ് ഹൂ. WHO, the question word who. ഇതിൻ്റെ മലയാളം അർത്ഥം എന്ന് പറയുന്നത് ആര് എന്ന അർത്ഥമാണ്. ഓക്കെ. സോ നമുക്ക് ആദ്യത്തെ ചോദ്യം, ഒരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഹൂ ഈസ് യുവർ ഫാദർ? നിൻ്റെ അച്ഛൻ ആരാണ്? ആക്ച്വലി ഹൂ എന്ന് പറയുമ്പോൾ നമുക്ക് വി ക്യാൻ യൂസ് the who as a subject in a sentence, like I, you, they, we, he, she, it. Instead of this pronouns we can use who as a subject in a sentence. മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേർഡിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ഹൂം. ഹൂം, WHOM. ഹൂം എന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആരെ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹൂം ഉപയോഗിക്കുന്നത്. ആരെ. ഹർ, ഹിം, അസ്. These are some object pronouns, some examples of object pronoun. The same way we can use whom as an object pronoun, and it always who receives an action. That is we can say whom we can use to ask, to say, whom we can use to say who receives an action. Okay. നിങ്ങൾ ആരെയാണ് വിളിച്ചത്? ഹൂം ഡിഡ് യു കോൾ? നിങ്ങൾ ആരെയാണ് വിളിച്ചത്? ഓക്കെ, ഹൂം ഡിഡ് യു കോൾ. അതുപോലെ തന്നെ നിങ്ങൾ ആരെയാണ് പാർട്ടിക്ക് ക്ഷണിച്ചത്? ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ഫോർ ദ പാർട്ടി? ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ഫോർ ദ പാർട്ടി? ഹൂം. ഓക്കെ, ആരെ എന്നുള്ള അർത്ഥത്തിലാണ് ഹൂം ഉപയോഗിക്കുന്നത്.